മായാമയൂരം. രചന, അവതരണം ഋതു. പിടക്കുന്ന കണ്ണുകളാണ് ശ്രീഹരിയെ ആദ്യം കൊളുത്തി വലിച്ചത്. വിറച്ച് ചുറ്റും നോക്കുന്ന പെണ്ണിനെ കണ്ട് ശ്വാസം വിടാനാകാതെ അവൻ തരിച്ചു നിന്നു. തോളിലെ ബാഗിൽ കൈ അമർത്തി പിടിച്ചിട്ടുണ്ട്, ഒരു ബലത്തിനെന്നോണം. ആരാ? ശ്രീഹരി ചോദിച്ചെങ്കിലും മറുപടി പറയാൻ വാക്കുകൾ കിട്ടാത്തതുപോലെ. കയ്യും കാലും വിറച്ച് തല ചുറ്റുന്നത് പോലെ. ചെന്നിയിലൂടെയും കഴുത്തിലൂടെയും വിയർപ്പ് തുള്ളികൾ ഒഴുകിയിറങ്ങുന്നത് അവൾ തൊട്ടറിഞ്ഞു. അതൊന്ന് തുടച്ചു കളയാൻ പോലും കൈ അനങ്ങുന്നില്ല. ചോദിച്ചത് കേട്ടില്ലേ? നീ ആരാ? അവൻ്റെ ശബ്ദമുയർന്നു. ഞെട്ടിപ്പോയ ശ്രീലക്ഷ്മി പെട്ടെന്ന് റൂമിനകത്തേക്ക് കടന്നു. അവൻ പിറകിലോട്ട് മാറി നിന്നു. ആരാണെന്നും എന്താണെന്നും അറിയാതെ ഒരു പെണ്ണ് റൂമിലേക്ക് വലിഞ്ഞു കയറുവാണ് ആദ്യമായി. എന്താ നിന്റെ ഉദ്ദേശം? കാര്യം എന്താണെന്ന് പറ. അവന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നിനക്കെന്താ ചെവി കേട്ടൂടെ? ശ്രീലക്ഷ്മി ഒന്നും പറയാനാവാതെ അവനെ ദയനീയമായി നോക്കി. ഒന്നുമില്ല, ഞാൻ വെറുതെ. പറയാൻ വന്ന കാര്യമൊക്കെ അവൾ മറന്നുപോയി. എവിടെയാണെന്നും എന്താണെന്നും മറന്നുപോയി. തിരിഞ്ഞ് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കാല് നിലത്ത് ഉറഞ്ഞു പോയതുപോലെയാണ്. കണ്ടവർക്കൊക്കെ കയറി വരാൻ ഇതെന്താ ഹോട്ടലാണെന്ന് വിചാരിച്ചോ? അങ്ങനെയല്ല. ഞാനൊരു കാര്യം പറയാൻ. എന്ത് കാര്യം? അപ്പോഴേക്കും അവൻ്റെ മുഖമാകെ ചുവന്നു വന്നിരുന്നു. ഫാനിൻ്റെ കാറ്റിൽ നീളമുള്ള മുടിയാകെ പാറുന്നുണ്ട്. കട്ടിമീശ മുകളിലേക്ക് പിരിച്ചു വെച്ചിട്ടുണ്ട്. ഒത്ത ശരീരവും പെരുത്ത മസിലും കണ്ട് അവൾക്ക് പേടി കൂടിയതേയുള്ളൂ. നിനക്കെന്താ പറയേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞ് പെട്ടെന്ന് പോകാൻ നോക്ക്. ഈ സ്ഥലം അത്ര നല്ലതല്ല. അവളുടെ മുഖത്തെ ഭയം കണ്ടിട്ടാവണം അല്പം ശബ്ദം താഴ്ത്തി ശ്രീഹരി പറഞ്ഞു. അത് ഞാൻ. പെട്ടെന്നാണ് കനത്ത ശബ്ദത്തിൽ പുറകിലെ വാതിൽ വലിച്ചടയുന്നത്. രണ്ടുപേരും ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. പുറത്തുനിന്ന് ലോക്കിടുന്നതും താക്കോൽ തിരിക്കുന്നതും അവർ വ്യക്തമായി കേട്ടു. പെട്ടെന്ന് രണ്ടുപേരും പരസ്പരം നോക്കി. എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം അവർക്ക് മനസ്സിലായില്ല. ശ്രീഹരി പെട്ടെന്ന് സമനില വീണ്ടെടുത്ത് വാതിലിനടുത്തേക്ക് നടന്നു. ആഞ്ഞു വലിച്ചെങ്കിലും തുറന്നു വന്നില്ല. അവൻ വാതിലിൽ തല ചേർത്ത് കണ്ണുകൾ ഇറുക്കി അടച്ചു. ദേഷ്യത്തോടെ ശ്രീലക്ഷ്മിയെ തിരിഞ്ഞു നോക്കി. അവൾ വായ പൊത്തിപ്പിടിച്ച് വിറങ്ങലിച്ചു നിൽക്കുകയാണ്. ഡി, നീ എന്ത് ഉദ്ദേശത്തിലാ ഇതിനകത്ത് കയറിയത്? ആരൊക്കെയാണ് നിന്റെ കൂടെയുള്ളത്? അവൻ പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാവാതെ ശ്രീലക്ഷ്മി കരയാൻ തുടങ്ങി. എനിക്കൊന്നും അറിയില്ല. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ വന്നതാ ഒരു കാര്യം പറയാൻ. ഇനി എന്ത് കാര്യപുല്ലേ നിനക്ക് പറയാനുള്ളത്? അവൻ വിറഞ്ഞു കയറി ശ്രീലക്ഷ്മിയുടെ കയ്യിൽ ബലമായി പിടിച്ചു വലിച്ചു. എനിക്ക് പേടിയാകുന്നു. ആരാ വാതിൽ പൂട്ടിയത്? എനിക്ക് പോണം. അവൾ പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങിയ തുള്ളികൾ കയ്യിൽ വീണു. പൊള്ളിയതുപോലെ അവൻ പിറകോട്ട് മാറി. ഈ സംഭവിച്ചതായി നിനക്ക് യാതൊരു ബന്ധവുമില്ലേ? ഇല്ല, എനിക്കൊന്നും അറിയില്ല. പേടിയാവുന്നു. എന്തിനാ വാതിലിങ്ങനെ പൂട്ടിയത്? കരയണ്ട, നോക്കാം. അവൻ അതും പറഞ്ഞ് കട്ടിലിൽ കിടന്ന ഷർട്ടെടുത്തിട്ടു. ഫോണെടുത്ത് ആരെയോ വിളിച്ചു. നേരത്തെ കണ്ടയാൾ ഓടി വന്ന് ശ്രീഹരിയുടെ റൂം പുറത്തുനിന്ന് പൂട്ടുന്നതും താക്കോൽ തിരിച്ചുകൊണ്ട് ചിരിച്ച് തൻ്റെ മുന്നിലൂടെ പോകുന്നതും ഞെട്ടലോടെയാണ് അച്ചു കണ്ടത്. ദൈവമേ, എൻ്റെ ശ്രീ! അവൾക്കാകെ പേടി തോന്നി. വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. കാലും കൈയും വിറച്ചിട്ട് മരിച്ചു പോകൂ എന്ന് തോന്നി. എന്തു ചെയ്യണമെന്നറിയാതെ മരവിച്ച് നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്ന് ഞെട്ടിക്കുന്ന അലർച്ച കേട്ടത്. അച്ചു! തന്നെ ഒന്നാകെ കത്തിക്കാൻ പാകത്തിൽ കലിതുള്ളി വരുന്ന അച്ഛനെ കണ്ട് അച്ചുവിൻ്റെ ശരീരം തളർന്നു. ഷോൾഡറിൽ നിന്ന് ബാഗ് താഴേക്ക് വീണു. ഒരു താങ്ങിനെന്നോണം ചുമരും ചാരി നിന്നു. ശ്വാസം വലിക്കാൻ പോലും അവൾക്ക് ബുദ്ധിമുട്ട് തോന്നി. ഇനി എന്താണ് സംഭവിക്കുക എന്ന് ചിന്തിക്കാൻ പോലും ഉള്ള ബോധം അച്ചുവിനുണ്ടായില്ല. അങ്ങോട്ടേക്ക് ഓടി വരുമ്പോൾ കേട്ടതൊന്നും സത്യമായിരിക്കരുതേ എന്ന പ്രാർത്ഥനയിലായിരുന്നു മോഹനൻ. ഇത്രയും കാലം അവളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുത്തിട്ടേയുള്ളൂ. ഇന്ന് എന്തിൻ്റെ പേരിലാണെങ്കിലും ലോഡ്ജ് മുറിയിൽ അവൾ വന്നത് നല്ല ഉദ്ദേശത്തിലാവില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു. അത്രയും കാലം കാത്തു സൂക്ഷിച്ച വിശ്വാസമാണ് തൻ്റെ മകളെ കണ്ടപ്പോൾ തകർന്നു പോയത്. അവളുടെ കണ്ണിലെ ഭയം ചെയ്ത തെറ്റ് ഉറപ്പിക്കുന്നതായിരുന്നു. പാഞ്ഞെടുക്കുന്ന അച്ഛനെ നോക്കി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ
അവളുടെ കവിളിൽ ആഞ്ഞടി വീണിരുന്നു. അയാളുടെ കൈയിൻ്റെ ശക്തി താങ്ങാനാവാതെ അച്ചു നിലവിളിയോടെ നിലത്തേക്ക് വീണുപോയി. തല മുഴുവൻ മരവിപ്പ് പടർന്നു. ചെവിയിൽ എന്തൊക്കെയോ മൂളിക്കൊണ്ടിരിക്കുന്നു. കവിളിലായി കൈ ചേർത്തെങ്കിലും ഒന്നും അറിയുന്നില്ല. വായ്ക്കുള്ളിൽ ചോരയുടെ മടുപ്പിക്കുന്ന രുചി. അപ്പോഴേക്കും വിമലും അമലും അവൻ്റെ കൂട്ടുകാരും അവിടെ എത്തിയിരുന്നു. കൂടെ താഴെയുള്ള കടക്കാരും മറ്റുള്ളവരും. മോഹനൻ്റെ ശരീരം വിറക്കാൻ തുടങ്ങി. അല്ല, മോഹനേട്ടൻ്റെ മോളല്ലേ ഇത്? അയാളുടെ മുഖത്ത് നോക്കി താടി ചുരണ്ടിക്കൊണ്ട് അമൽ ചോദിച്ചു. നിന്റെ കൂടെ വന്നവൾ എവിടെടി? ഓ, അവൾ അകത്തുണ്ടല്ലേ. എന്താ രണ്ടാൾക്കും റൂമിൽ ഇടപാട്? അശ്ലീല ചൊവ്വയോടെ അത് പറഞ്ഞപ്പോൾ അച്ചുവിൻ്റെ മുഖം താണുപോയി. തിരിച്ചു പറയാൻ മോഹനന് വാക്കുകൾ കിട്ടിയില്ല. അപ്പോഴേക്കും അവിടെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. ശ്രീഹരിയുടെ മുറിയിൽ ഒരു പെണ്ണ് വന്നിട്ടുണ്ട് എന്നും അവർ തമ്മിൽ മോശമായ എന്തോ ഇടപാടുണ്ടെന്നും സംസാരം തുടങ്ങി. അതൊക്കെ കേട്ടു നിന്ന അച്ചുവിന് എന്തു ചെയ്യണമെന്ന് അറിയാതെയായി. എല്ലാം താൻ കാരണമാണല്ലോ എന്നോർത്ത് വല്ലാതെ ഭയം തോന്നി. മാറി നിൽക്കടാ. അവരുടെ ഇടയിൽ കൂടെ അശോകേട്ടനും മഹേഷും പവിത്രനും മുന്നോട്ട് വന്നു. നേതാക്കന്മാരെല്ലാം എത്തിയല്ലോ. അപ്പോൾ ഐശ്വര്യമായി ആ വാതിലങ്ങ് തുറക്ക്. ഇവിടെ ഇങ്ങനെ ഒരു ഏർപ്പാട് നടക്കുന്നുണ്ടെന്ന് നാലാളും കൂടെ അറിയട്ടെ. അവന് ഏത് പെണ്ണിനെ വേണമെങ്കിലും റൂമിലേക്ക് കൊണ്ടുവന്നു എന്ത് വൃത്തികേടും ചെയ്യാം. അതൊന്നും ചോദിക്കാൻ ഇവിടെ ആളില്ലല്ലോ. വിമലത് പറഞ്ഞപ്പോൾ മഹേഷ് അവൻ്റെ കോളറിന് കയറി പിടിച്ചു. വേണ്ട, വിട്. അശോകൻ മുന്നോട്ട് വന്ന് മഹേഷിനെ പിടിച്ചു മാറ്റി. ഏതവനാടാ ഈ റൂം പുറത്തുനിന്ന് പൂട്ടിയത്? അശോകേട്ടൻ റൂമിന് മുന്നിലെ പൂട്ടിൽ പിടിച്ചുകൊണ്ട് വിമലിനെ നോക്കി ദഹിപ്പിച്ചു. പൂട്ടിയതുകൊണ്ട് ആളെ കിട്ടി, അല്ലെങ്കിൽ നേരത്തെ മുങ്ങിയനെ. ഇന്നാ താക്കോല്, നിങ്ങൾ തന്നെ തുറന്നു നോക്ക്. എന്നിട്ട് നോക്ക് ദത്തപുത്രൻ്റെ തനിക്കോണം. വിമൽ തൻ്റെ കീശയിൽ നിന്ന് താക്കോലെടുത്ത് അയാൾക്ക് നേരെ എറിഞ്ഞു. അശോകൻ വലതു കൈ കൊണ്ട് താക്കോൽ പിടിച്ചെടുത്തു. പുറത്ത് നടക്കുന്ന വർത്താനങ്ങൾ എല്ലാം മുറിക്കകത്ത് നിന്ന് രണ്ടുപേരും കേൾക്കുന്നുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി തകർന്ന അവശയായി ചുമരും ചാരി നിന്നു. ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കണ്ണീർ മാത്രമാണ് തെളിവ്. ശ്രീഹരി വരുന്നത് എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അവൻ ഷർട്ടിൻ്റെ കൈ തെറുത്തു കയറ്റി. മുണ്ട് മാടിക്കുത്തി വലത് കൈകൊണ്ട് മീശ പിരിച്ച് സ്വയം നിയന്ത്രിക്കാനായി കണ്ണുകൾ ഇറുക്കി അടച്ചു. പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. അവളുടെ മുഖത്ത് നോക്കാതെ അവൻ പറഞ്ഞു. അപ്പോൾ മാത്രം വിറങ്ങലിച്ച വിതുമ്പൽ അവളിൽ നിന്നും ഉയർന്നു. അരണ്ട വെളിച്ചം മാത്രമുള്ള ആ മുറിയിലേക്ക് വാതിൽ തുറന്നപ്പോൾ കുറേ പേരുടെ നോട്ടവും പിറുപിറുക്കലും ഒഴുകിയെത്തി. ശ്രീലക്ഷ്മിക്ക് അനങ്ങാനായില്ല. പുറത്തേക്ക് വരണ്ട, ഇവിടെ നിന്നാൽ മതി. വാതിലിനടുത്ത് നിന്ന് തിരിഞ്ഞു നോക്കിയവൻ പറഞ്ഞു. പുറത്തേക്ക് വന്ന് കൊണ്ടവൻ്റെ നോട്ടം നേരെ പോയത് വിമലിൻ്റെ മുഖത്തായിരുന്നു. അതുവരെ അവൻ്റെ മുഖത്തുണ്ടായിരുന്ന ചിരി മാഞ്ഞു. ശ്രീഹരി എന്താണ് ചെയ്യാൻ പോവുക എന്നോർത്ത് ഒരു ഭയം വന്നു മൂടി. ഈ വാതിലാരാടാ പുറത്ത് നടച്ചത്? അതൊരു അലർച്ചയായിരുന്നു. കണ്ടു നിന്നവരെല്ലാം രണ്ടടി പിറകോട്ട് മാറി. പെട്ടെന്നാണ് വിമൽ ചുമരിലേക്ക് തെറിച്ച് താഴേക്ക് വീണത്. കണ്ണടച്ച് തുറക്കുന്നതിനുള്ളിൽ ശ്രീഹരിയുടെ കാലുകൾ അവൻ്റെ നെഞ്ചിൽ ബലമായി അമർന്നു. ശ്വാസം മുട്ടിക്കൊണ്ട് ചുമക്കുന്നവനെ കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. അവനെ തടുക്കാൻ ആരും മുതിർന്നില്ല. കാര്യമില്ല എന്നറിയാം. ഇനിയും ഞെരിച്ചാൽ അവൻ ചത്തുപോകുമെന്ന് മനസ്സിലായ അമൽ ശ്രീഹരിയെ പുറകിൽ നിന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ അത് അവൻ്റെ ശരീരത്തിൽ ഒട്ടും ഏശിയില്ല. മാത്രമല്ല, ഇടത് കൈകൊണ്ട് അമലിൻ്റെ പിൻകഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് ഊക്കോടെ വലിച്ച് നിലത്തേക്കിട്ടു. ഹാ, നീ എന്തിനാടാ അവരെ തല്ലുന്നേ? ഏതോ ഒരു കൊച്ചിനെ റൂമിൽ കയറ്റിയതും പോരാ, ചോദിക്കാൻ വരുന്നവരെ തല്ലി മാറ്റാണോ? അല്പം പ്രായം ചെന്നയാൾ പറഞ്ഞു. അത് കേട്ട് കൂടിയവരിൽ പലരും ശരിവെച്ച് തലയാട്ട്. ആ പെണ്ണിനെ പുറത്തിറക്ക്, ആരാണെന്ന് നാലാൾ അറിയട്ടെ. എല്ലാവർക്കും അതായിരുന്നു താല്പര്യം. ചിലരൊക്കെ റൂമിനകത്തേക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നു. ഒരെണ്ണം കാലെടുത്ത് അകത്തേക്ക് കുത്തിയാൽ നടന്നു പോകാൻ ജീവൻ ബാക്കിയുണ്ടാവില്ല. ഓർത്താ നല്ലത്. പറയുന്നത് ശ്രീഹരിയാ. അത് കേട്ടതും എല്ലാവരും പിറകോട്ട് മാറി. അശോകേട്ടാ, എന്തെങ്കിലും ചെയ്യണം. ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല, പവിത്രൻ സ്വകാര്യം പോലെ പറഞ്ഞു. അപ്പോഴാണ് അശോകൻ മാറി നിന്ന് കരയുന്ന അച്ചുവിനെ കണ്ടത്.
ഒറ്റ നോട്ടത്തിൽ തന്നെ മോഹനൻ്റെ മകളാണ് അതെന്നും മനസ്സിലായി. കുട്ടി ഇങ്ങ് വാ. അശോകൻ അവളെ കൈ നീട്ടി വിളിച്ചു. മോഹനൻ്റെ മുഖത്ത് ഭയത്തോടെ ഒന്ന് നോക്കിയതിനു ശേഷം അച്ചു മുന്നോട്ട് നടന്നു. നിങ്ങൾ ഒരുമിച്ചാണോ ഇങ്ങോട്ട് വന്നത്? വളരെ സൗമ്യമായി പവിത്രൻ ചോദിച്ചപ്പോൾ അവൾ അതെ എന്ന് തലയാട്ടി. എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് മഹേഷും പവിത്രനും അശോകനും അച്ചുവും മോഹനനും അകത്തേക്ക് കയറി, കൂടെ ശ്രീഹരിയും. ബാക്കി എല്ലാവരും അതിനകത്ത് എന്താണ് നടക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിൽ കുറച്ചു മുന്നോട്ട് കയറി നിന്നു. ചുമരും ചാരി കരഞ്ഞു തളർന്നവളെ അച്ചു നിസ്സഹായയായി നോക്കി. എന്നാൽ മഹേഷിൻ്റെ മുഖത്ത് ഞെട്ടലായിരുന്നു. പെങ്ങളാണോ? എന്നത് നേരത്തെ പറയണ്ടേ? അവൻ്റെ വാക്കുകളിൽ എല്ലാവരും ഒരുപോലെ ഞെട്ടി. പെങ്ങളോ? ശ്രീഹരി അവനെ തന്നെ തുറച്ചു നോക്കി. എൻ്റെ അശോകേട്ടാ, ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത്? എല്ലാവരും ഇത്ര പ്രശ്നം ഉണ്ടാക്കാൻ? പരസ്പരം സ്നേഹിക്കുന്നത് ഈ ലോകത്ത് തെറ്റാണോ? അല്ലല്ലോ. മഹേഷ് പറയുന്നത് കേട്ട് എല്ലാവരുടെയും നെറ്റി ചുളിഞ്ഞു. നീ എന്ത് കോപ്പാടാ പറയുന്നേ? ഓ, ഞാൻ ആദ്യം ഒന്ന് പറയുന്നത് കേൾക്ക്. ഈ കൊച്ചിന് നമ്മുടെ ഹരിയേട്ടന് ഒരുപാട് ഇഷ്ടമാണ്. സ്നേഹിക്കുന്ന ആളെ കാണാൻ വന്നത് അത്ര വലിയ കുറ്റമാണോ? അല്ലാതെ ഇത് മറ്റേ പരിപാടിയൊന്നുമല്ല. ശ്രീഹരി ഞെട്ടിക്കൊണ്ട് ശ്രീലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി. അത്ര വരെ കരഞ്ഞു തളർന്ന ആ മുഖത്തും ഞെട്ടലായിരുന്നു. ഒന്നും പറയാനാവാതെ അവൾ അച്ചുവിൻ്റെ മുഖത്ത് നോക്കി. അവൾ അപ്പോഴും തല കുനിച്ച് നിൽക്കുകയായിരുന്നു. ഡി, പറയടി സത്യം, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? തല താഴ്ത്തി നിൽക്കുന്നവളെ മുന്നോട്ട് വലിച്ചുകൊണ്ട് മോഹനൻ ഉറക്കെ ചോദിച്ചു. അച്ചു എന്താണ് പറയേണ്ടത് എന്ന് ആലോചിച്ച് വിറങ്ങലിച്ചു നിന്നു. ശ്രീലക്ഷ്മി അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. വാ തുറന്നില്ലേ വെട്ടിയെറിഞ്ഞ് കൊല്ലും ഞാൻ. മാനം പോയി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാ. പറയടി, കോളേജ് പഠിക്കാൻ വിട്ടാ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അച്ചു! അത് പറയലും അയാളുടെ കൈ ഉയരലും ഒരുമിച്ചായിരുന്നു. ഞാൻ ശ്രീലക്ഷ്മി പറഞ്ഞിട്ട് വന്നതാ. അവളുടെ കൂടെ എന്നെ നിർബന്ധിച്ചത് കൊണ്ട് വന്നതാ. അയാളുടെ ഉയർന്ന കൈ പതിയെ താണു. അത്രയും സമയം തളർച്ചയോടെ നിന്ന ശ്രീലക്ഷ്മി വിശ്വസിക്കാനാവാതെ തൻ്റെ മുന്നിൽ തലയും കുനിച്ച് നിൽക്കുന്നവളെ നോക്കി. ചുണ്ടിൽ വേദനയോടെയുള്ള ഒരു ചിരി പടർന്നു. കണ്ണീരൊക്കെ വറ്റി വരണ്ടു. എന്നാൽ ഇടനെഞ്ച് മാത്രം ശക്തമായി വേദനിച്ചു. ഒരക്ഷരം എതിർത്ത് പറയാതെ അവൾ ചുമരിലേക്ക് തല ചേർത്ത് അങ്ങനെ തന്നെ നിന്നു. ദേ, എല്ലാവരും കേട്ടല്ലോ, എൻ്റെ മോളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അവൾ വിളിച്ചപ്പോൾ അച്ചു വന്നു, അത്രേ ഉള്ളൂ. ഇനി എനിക്ക് എൻ്റെ കുട്ടിയെ കൊണ്ടുപോകാലോ? ഒരു മറുപടിക്ക് കാത്തു നിൽക്കാതെ മോഹനൻ പോകാൻ നിന്നപ്പോൾ പവിത്രൻ തടഞ്ഞു. അങ്ങനെ പോകാതെ, ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ട് പോയാൽ മതി. രണ്ടാളും ഒരുമിച്ചല്ലേ ഇങ്ങോട്ട് വന്നത്? അത്രയും സമയം ശ്രീഹരി മഹേഷിനെ നോക്കി ദഹിപ്പിക്കുകയായിരുന്നു. എന്നാൽ അവനത് കണ്ടില്ലെന്ന് നടിച്ചു. മോളെ, ശ്രീകുട്ടി. തകർന്നു പോയ വിളിയിൽ ശ്രീലക്ഷ്മി കണ്ണുകൾ വലിച്ചു തുറന്നു. വാതിലിനടുത്തേക്ക് നോക്കി. അതുവരെ അടക്കി വെച്ച എല്ലാ വേദനയും ഒരുമിച്ച് പുറത്തേക്ക് വന്നു അവളുടെ അമ്മയെ കണ്ടപ്പോൾ. അമ്മേ, ഞാൻ. ഓടിച്ചെന്ന് അവൾ ഒരഭയത്തിനായി ആ നെഞ്ചിലായി വീണു. സാവിത്രി വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അവരുടെ പിറകിൽ അപ്പുണ്ട്, കൂടെ വിജയനും. സാധനങ്ങളുമായി വീട്ടിലേക്ക് വന്ന വിജയൻ ശ്രീലക്ഷ്മിയെ കാണാതെ വലിയ ബഹളായിരുന്നു. ആ ദേഷ്യത്തിൽ സാവിത്രിയെ തല്ലുകയും ചെയ്തു. അപ്പോഴാണ് അയാളെ ആരോ വിളിച്ച് കാര്യങ്ങൾ പറയുന്നത്. ഒന്നും ആലോചിക്കാതെ സ്കൂളിൽ നിന്ന് അപ്പുവിനെയും കൂട്ടി അങ്ങോട്ടേക്ക് വന്നതാണ്. കേട്ടതൊന്നും സത്യമാവരുത് എന്ന് അവിടെ എത്തുന്നത് വരെ സാവിത്രി മനമുരുകി പ്രാർത്ഥിച്ചു. എന്നാൽ ഒരു റൂമിനകത്ത് എല്ലാവരുടെയും നോട്ടങ്ങൾക്കുള്ളിൽ കരഞ്ഞു തളർന്നു നിൽക്കുന്ന മകളെ കണ്ട് അമ്മയുടെ മനം വല്ലാതെ വേദനിച്ചു. ഡി, കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ മാത്രം വളർന്നോ നീ? അതും പറഞ്ഞ് മുന്നോട്ട് വന്ന വിജയൻ സാവിത്രിയുടെ തോളിൽ തല ചേർത്ത് നിന്ന ശ്രീലക്ഷ്മിയെ വലിച്ചെടുത്ത് മുന്നോട്ട് നിർത്തി കവിളിലായി ആഞ്ഞടിച്ചു. അടിയുടെ ശക്തിയിൽ അവൾ പുറകോട്ട് വീണു. എന്നാൽ താഴേക്ക് വീഴുന്നതിന് മുമ്പ് ശ്രീഹരിയുടെ കൈകൾ അവളെ ചേർത്ത് പിടിച്ചു. സ്റ്റക്കായതുപോലെ അവൻ നിന്നു. അവളിൽ നിന്ന് വമിച്ച ഗന്ധം അതവനെ അമ്പരപ്പിച്ചു. ഇന്നലെ തന്നിൽ നിറഞ്ഞു നിന്നതും ഇതുതന്നെയായിരുന്നില്ലേ? ഹരിയുടെ ചുമലിലേക്കാണ് അവളെ ചേർത്ത് പിടിച്ചത്. ഒരു നിമിഷം ഞെട്ടിപ്പോയ ശ്രീലക്ഷ്മി പുറകിലോട്ട് മാറിയപ്പോൾ പൊട്ടിയ ചുണ്ടും വീങ്ങിയ കവിളും കണ്ട് എന്തെന്നില്ലാത്തൊരു വേദന അവനിൽ നിറഞ്ഞു. ശ്രീലക്ഷ്മിയെ വിജയൻ വീണ്ടും തൻ്റെ മുന്നിൽ തിരിച്ചു നിർത്തി.
രണ്ടാമതും അടിക്കാനായി കൈ ഉയർത്തിയപ്പോൾ കണ്ണടച്ച് മുഖം തിരിച്ചു നിൽക്കുന്നവളെ ഒരു കൈകൊണ്ട് മാറ്റി നിർത്തി ശ്രീഹരി അയാളുടെ കൈ ബലമായി പിടിച്ചു നിർത്തി. ഇനി ഇവളുടെ നേരെ തൻ്റെ കൈ ഉയർന്ന പിഴുതെടുക്കും ഞാൻ. രണ്ടാമത് ആലോചിക്കില്ല ശ്രീഹരി, മനസ്സിലായോടോ? അയാളെ ശക്തിയിൽ പിറകോട്ട് തള്ളിക്കൊണ്ട് ജ്വലിക്കുന്ന കണ്ണുകളോടെ അവൻ പറഞ്ഞു. സാവിത്രിയുടെയും അപ്പുവിൻ്റെയും കണ്ണുകൾ തിളങ്ങി. നിങ്ങളിങ്ങനെ തല്ലിയിട്ടും പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇതൊന്നും ഒരു പ്രശ്നമാക്കും വേണ്ട. ഒരാൾ നിൽക്കുന്ന റൂമിൽ ഒരു പെണ്ണ് കയറി എന്ന് വെച്ച് ലോകമൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. പുറത്തുനിന്ന് അപ്പോഴേക്കും മുറുമുറുപ്പുകൾ ഉയർന്നു വന്നു. ഇവർക്കൊക്കെ എന്ത് വൃത്തികേടും ചെയ്യാം, എന്നിട്ടാണ് ബാക്കിയുള്ളവരെ ഉപദേശിക്കാൻ നിൽക്കുന്നത്. അമലിൻ്റെ ശബ്ദം ഉയരാൻ തുടങ്ങി. അതിന് മാത്രം ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത്? അതിനകത്ത് എന്താ നടന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് അറിയാത്ത കാര്യത്തെക്കുറിച്ച് കൂടുതൽ അഭിപ്രായം പറയണ്ട. ചിലർ അങ്ങനെയും പറഞ്ഞു. ഇനി എന്താ ചെയ്യുക? ഇവളെ കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. ഇത്രയും കാലം പൊന്നുപോലെ കൊണ്ടു നടന്ന മോളുടെ കയ്യിലിരിപ്പ് ഇതൊക്കെയാണെന്ന് അറിയാൻ വൈകിപ്പോയി. വിജയൻ അത് പറയുമ്പോഴും അയാളുടെ കണ്ണുകൾ അവളുടെ ശരീരത്തിലൂടെ ഒഴുകി നടക്കുകയായിരുന്നു. അവളെ ഒരു മോശക്കാരിയാക്കിയാൽ തനിക്ക് കാര്യങ്ങൾ എളുപ്പമാണെന്ന് അയാൾക്ക് തോന്നി. അതിന് ഇവർക്ക് രണ്ടാൾക്കും എന്താണ് പറയാനുള്ളതെന്ന് കേട്ടോ, എന്നിട്ടല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. അശോകൻ മുന്നോട്ട് വന്ന് പറഞ്ഞു. അശോകേട്ടാ, എനിക്ക് ഇതിലൊന്നും പറയാനില്ല. ഇതിനകത്ത് വെച്ച് എന്താ ഉണ്ടായതെന്ന് എനിക്കും അവക്കും അറിയാം. അത് മൂന്നാമതൊരാളെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ശ്രീഹരി അത് പറഞ്ഞത് ഉറച്ച ശബ്ദത്തോടെയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് നോക്കി നിൽക്കുക? വാടി ഇവിടെ. ബാക്കിയെല്ലാം വീട്ടിൽ പോയിട്ട് പറയാം. വിജയൻ മുന്നോട്ട് വന്ന് ശ്രീലക്ഷ്മിയുടെ കയ്യിൽ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ പുറകോട്ട് മാറി നിന്നു. അവരുടെ പെരുമാറ്റം ശ്രീഹരി സംശയത്തോടെ നോക്കി നിന്നു. വേണ്ട, അവൾ എങ്ങോട്ടും വരുന്നില്ല. ആ വീട്ടിൽ ഇനി ഇവൾ വേണ്ട. കേട്ടത് വിശ്വസിക്കാനാകാതെ ശ്രീലക്ഷ്മി മുഖം ഉയർത്തി നോക്കി. തൻ്റെ അമ്മയാണ് അത് പറഞ്ഞത് എന്ന് അവൾക്ക് ഉൾക്കൊള്ളാനായില്ല. അമ്മേ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവൾ വിതുമ്പലോടെ സാവിത്രിയുടെ അടുത്തേക്ക് നടന്നു. എന്നാൽ അവർ ഒരു കൈ കൊണ്ട് ശ്രീലക്ഷ്മിയെ തടഞ്ഞു. മുന്നോട്ട് വെച്ച കാലുകൾ നിശ്ചലമായി. എനിക്ക് കൂടുതൽ ഒന്നും പറയാനില്ല. നിനക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം, പക്ഷെ ആ വീട്ടിലേക്ക് വരാൻ പാടില്ല. ഇത്രയും കാലം ഒരു ചീത്തപ്പേര് നീ കാരണം നമ്മുടെ കുടുംബത്തിലുണ്ടായിട്ടില്ല. പക്ഷേ ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇനി ആ വീട്ടിലേക്ക് നീ കാലെടുത്ത് കുത്തരുത്. അങ്ങനെ ഉണ്ടായ എൻ്റെ ശവം നീ കാണും. ഒരു ഞെട്ടലോടെ അല്ലാതെ അവൾക്കതൊന്നും കേട്ടു നിൽക്കാനായില്ല. മറ്റെന്തും സഹിക്കുമായിരുന്നു. ആര് തന്നെ അവഗണിച്ചാലും തള്ളിപ്പറഞ്ഞാലും ഇത്രയധികം വേദനിക്കില്ലായിരുന്നു. പക്ഷേ ഇത് സ്വന്തം അമ്മ തന്നെ. സഹിക്കാനായില്ല ശ്രീലക്ഷ്മിക്ക്. അപ്പു. കലങ്ങിയ കണ്ണുകളോടെ സാവിത്രിക്ക് പുറകിൽ നിൽക്കുന്ന അനിയനെ അവൾ നോക്കി. അവൻ മുഖം തിരിച്ചു. അമ്മ പറഞ്ഞത് ചേച്ചി കേട്ടില്ലേ? അതേ എനിക്കും പറയാനുള്ളൂ. ആരെ കാണാനാണോ ചേച്ചി ഇങ്ങോട്ട് വന്നത്, അയാളുടെ കൂടെ തന്നെ നിന്നാൽ മതി. ആ വീട്ടിലോട്ട് ഇനി വരണ്ട.